ഹലോ, താങ്ക്സ് ഫോർ വാച്ചിങ്. വിക്കുള്ള ആളുകൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമാണത്. ചോദ്യം ചോദിച്ച സുഹൃത്തിന് നന്ദി. കാരണം നിങ്ങളുടെ ആ ചോദ്യമാണ് ഈ വീഡിയോയുടെ പ്രചോദനം. ഉത്തരം ഞാൻ പറയട്ടെ. തീർച്ചയായും അഭിനയിക്കാൻ സാധിക്കും. മാത്രമല്ല, അഭിനയിക്കുക എന്നത് ആ രോഗത്തിനുള്ള ഒരു ചികിത്സ കൂടിയായി മാറിയേക്കാം. അഭിനയത്തിന് അങ്ങനെ ഒരു മാന്ത്രിക ശക്തി കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതെങ്ങനെയാണെന്നല്ലേ, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ജിജോ കെ മാത്യു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ. ലേൺ ആക്ടിംഗ് വിത്ത് മീ. ലോകത്തുള്ള പല നടന്മാരും വിക്കുള്ള ആളുകളായിരുന്നു. ഉദാഹരണത്തിന് മെർലിൻ മൊൺട്രോ, സാമുവൽ എൽ ജാക്സൺ, ജൂലിയ റോബർട്ട്, ബ്രൂസ് വില്ലീസ്, നമ്മുടെ ബോളിവുഡ് താരം ഋതിക് റോഷൻ, വോയിസ് ആക്ടർ ശരത് കേൽക്കർ, ഇവരൊക്കെ വിക്കുള്ളവരായിരുന്നു. എങ്ങനെയാണ് ഇവർ വിക്കിനെ അതിജീവിച്ചത്? വിക്ക് വരാനുള്ള കാരണങ്ങൾ പലതാണ്. പക്ഷേ വിക്കിന് ചികിത്സിക്കുന്ന തെറാപ്പിസ്റ്റുകളെല്ലാം ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: വിക്കുള്ളവർക്ക് സംസാരിക്കുവാൻ വേണ്ട സമയം കൊടുക്കുക എന്നത്. അവരുടെ തലയിലുള്ള ആലോചനകളെ ശബ്ദരൂപത്തിൽ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ തലയിലുള്ള ആലോചനകളുടെ മൂർത്തവൽക്കരണമാണല്ലോ ശബ്ദത്തിൻ്റെയും ചലനങ്ങളുടെയും രൂപത്തിൽ ശരീരത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആശയവിനിമയം സാധ്യമാകുന്നത്. എന്താണ് ആലോചനയുടെ സമയം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് വിശദീകരിക്കും. നിത്യജീവിതത്തിൽ നമ്മളൊരു വാക്ക് പറയുന്നതിന് മുന്നോടിയായി ആ വാക്കിനാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും, അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അഭിനയത്തിലെ പ്രധാനപ്പെട്ട ഫോർമുലയായ തോട്ട് ബ്രീത്ത് ആക്ഷനെ കുറിച്ച് നമുക്കിവിടെ ഓർമ്മിക്കാം. നമ്മുടെ തലയിൽ ഒരു ആലോചന ഉണ്ടാവുന്ന സമയത്ത് ശ്വാസം അതിനെ പിന്താങ്ങിക്കൊണ്ട് ശബ്ദത്തിൻ്റെയും ചലനങ്ങളുടെയും രൂപത്തിൽ ശരീരത്തിൽ നിന്നും അതിനെ പുറപ്പെടുവിക്കുന്നു. ആശയവിനിമയത്തിൽ ചിന്തയും ശ്വാസവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അഭേദ്യ ഘടകങ്ങളാണ്. ഒരു ചിന്തയിൽ പൂർണ്ണമായി മുഴുകി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ആ കാര്യത്തെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുക. ചിന്തയിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും മുഴുകുകയും ചെയ്യുക എന്നതാണ് ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാന തത്വം. എന്തെന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ചിന്തയിലുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്വാസത്തെ പറ്റിയും നമ്മൾ ഒരേ സമയം മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ശ്വാസമാണ് നമ്മുടെ ആലോചനയെ ശരീരചലനങ്ങളുമായും ശബ്ദവുമായും ബ്രിഡ്ജ് ചെയ്യുന്നത്. ആലോചനയുടെ സമയം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു കാര്യം ആലോചിച്ച് ആ കാര്യം ചെയ്യുവാൻ വേണ്ട ശ്വാസത്തെ ക്രമീകരിക്കുവാനുള്ള സമയം. ഉദാഹരണത്തിന് 2 മീറ്റർ അകലത്തിലുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര് നിങ്ങൾ വിളിച്ചു നോക്കൂ. നിങ്ങൾക്ക് വളരെ കുറച്ച് ശ്വാസമേ അവിടെ വേണ്ടി വരികയുള്ളൂ. നിങ്ങൾ പേര് വിളിക്കാൻ ആലോചിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ശ്വാസത്തെ കൂടി മനസ്സിൽ തിട്ടപ്പെടുത്തുന്നു, കണക്ക് കൂട്ടി വയ്ക്കുന്നു. ഇനി 20 മീറ്റർ അകലത്തിലുള്ള അതേ സുഹൃത്തിൻ്റെ പേര് നിങ്ങൾ വിളിക്കുകയാണെന്നിരിക്കട്ടെ. പേര് വിളിക്കാൻ ആലോചിക്കുന്നതിനോടൊപ്പം തന്നെ 20 മീറ്റർ അകലത്തിലേക്ക് ശബ്ദം എത്തുവാൻ വേണ്ട ഒരു ശ്വാസത്തെ പറ്റിയും നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടി വയ്ക്കുന്നു. ഇനി 200 മീറ്റർ അകലത്തിലുള്ള അതേ സുഹൃത്തിൻ്റെ പേര് വിളിക്കുകയാണെങ്കിലോ? വിളിക്കുന്നതിൻ്റെ ആവശ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ശ്വാസത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ബ്രീത്ത് എന്ന് പറയുമ്പോൾ നോർമൽ ബ്രീത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ശബ്ദമോ പ്രവൃത്തിയോ ഉണ്ടാക്കുവാൻ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വേണ്ട ശ്വാസത്തിൻ്റെ അളവ്. ഒരു വാചകത്തിനും മറ്റൊരു വാചകത്തിനും ഇടയിലുള്ള സമയത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. ആലോചനയിലുള്ള കാര്യത്തെ ആശയവിനിമയം ചെയ്യാനുള്ള സമയം
ഓരോരുത്തർക്കും അവരുടെ ശാരീരിക മാനസിക ഘടനയ്ക്കും വഴക്കത്തിനും അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. സ്വതന്ത്ര ശരീരത്തോടുകൂടിയും സ്വതന്ത്ര മനസ്സോടും കൂടിയും മാത്രമേ നമുക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ചിന്തകൾക്ക് ഉപരിയായി മറ്റു ചിന്തകൾ കടന്നു വന്നാൽ നമുക്കൊരിക്കലും ഒരു കാര്യം ചെയ്തോ പറഞ്ഞോ ഫലിപ്പിക്കാനാവില്ല. ഒരു കേന്ദ്രീകൃത ചിന്ത എന്നത് അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അഭിനയത്തിൽ കേന്ദ്രീകൃത ചിന്ത ഉണ്ടാവുന്നത് കഥാപാത്രത്തിന് കഥാസാഹചര്യങ്ങളിൽ നിന്നാണ്. കഥാപാത്രത്തിൻ്റെ കഥാസാഹചര്യങ്ങളിൽ നടനുള്ള അടിയുറച്ച വിശ്വാസമാണ് അയാളുടെ അഭിനയത്തിന് ആധാരം. തൻ്റെ ചിന്തയല്ല, കഥാപാത്രത്തിൻ്റെ ചിന്തയാണ് അവിടെ മുഴച്ചു നിൽക്കേണ്ടത്. വിക്കുള്ളവർ അഭിനയിക്കുമ്പോൾ അവരുടെ ബലഹീനതകളെ മറന്ന് അവർ കഥാപാത്രത്തിൻ്റെ ചിന്തയിലേക്ക് മുഴുകുന്നു. താനെന്ന ബോധത്തിൽ നിന്നും അപരൻ എന്ന ബോധത്തിലേക്ക് മനസ്സിനെ പറിച്ചു നടുകയാണ് നടൻ അഭിനയിക്കുമ്പോൾ ചെയ്യുന്നത്. സ്വശരീരത്തിലെ ബലഹീനതകൾ നടൻ പൂർണ്ണമായി മറക്കേണ്ടതുണ്ട്. വിക്കുള്ളവർക്ക് പാട്ട് പാടാൻ സാധിക്കുന്നത് ഇതാണ്. പാട്ട് പാടുമ്പോൾ അതിലെ ഈണവും അതിലുള്ള ഇമോഷനുമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. നിത്യജീവിതത്തിലെ സാധാരണ സംഭാഷണങ്ങളിൽ നിന്നും പാട്ടിലെ ഈണവും താളവും അതിലുള്ള ഇമോഷനും അയാളെ അതിന് പ്രചോദിപ്പിക്കുന്നു. സംസാരത്തിൽ വിക്കുള്ളതുകൊണ്ട് ഒരിക്കലും ഞാൻ നടനാവാൻ യോഗ്യനല്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഇന്നു മുതൽ പ്രാക്ടീസ് തുടങ്ങാം. അഭിനയത്തെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കലി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സുകളിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ